തുറന്ന ശസ്ത്രക്രിയയിലൂടെ ചികിത്സിച്ചിരുന്ന പല അസുഖങ്ങൾക്കുള്ള ചികിത്സ കീഹോളിലേക്ക് മാറിയതുപോലെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ് പിൻഹോൾ ഇൻ്റർവെൻഷൻസ്. വിവിധ തരം പിൻഹോൾ ഇൻ്റർവെൻഷൻസ് ആണ് ഇൻ്റർവെൻഷൻ റേഡിയോളജി സംവിധാനത്തിലൂടെ നമ്മൾ ചെയ്യുന്നത്. ഇൻ്റർവെൻഷൻ റേഡിയോളജിയിലൂടെ കാര്യമായ അനസ്തീഷ്യോ സ്പൈനൽ അനസ്തീഷ്യോ ഒന്നും തന്നെ ആവശ്യമായി വരുന്നതല്ല. ശരീരഭാഗത്തിനെ തരിപ്പിച്ചുകൊണ്ട് തന്നെ ലോക്കൽ അനസ്തീഷ്യയിൽ നമുക്ക് മിക്ക പ്രൊസീജിയേഴ്സും ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഈ ചികിത്സാ രീതിയിലൂടെ സുഖപ്പെടുത്താനാവുന്ന അസുഖങ്ങളെക്കുറിച്ച് ഞാനൊന്ന് വിവരിക്കാം. സ്ത്രീകളിൽ കണ്ടുവരുന്ന വളരെ കോമൺ ആയിട്ടുള്ള ഒരു രോഗാവസ്ഥയാണ് ഗർഭാശയമുഴകൾ അഥവാ യൂട്രൈൻ ഫൈബ്രോയിഡ്സ്. ആർത്തവ സമയത്തുള്ള ക്രമാതീതമായ ബ്ലീഡിംഗ്, മൂത്രമൊഴിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ, ഇവയെല്ലാമാണ് യൂട്രൈൻ ഫൈബ്രോയിഡ് കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. ഈ രോഗാവസ്ഥയ്ക്ക് സർജറി അല്ലാത്ത ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ് യൂട്രൈൻ ഫൈബ്രോയിഡ് എംബോളൈസേഷൻ അഥവാ യൂട്രൈൻ ആർട്ടറി എംബോളൈസേഷൻ. ഒരു ആൻജിയോഗ്രാം ചെയ്യുന്നത് പോലെ കയ്യിലെയോ കാലിലെയോ രക്തക്കുഴലിലൂടെ വളരെ ചെറിയ ട്യൂബുകൾ കടത്തിവിട്ട് സ്പെസിഫിക് ആയിട്ട് യൂട്രസിനെയും ഫൈബ്രോയിഡിനെയും സപ്ലൈ ചെയ്യുന്ന രക്തക്കുഴലുകളിലെത്തി മരുന്നുകൾ ഉപയോഗിച്ച് ഈ രക്തക്കുഴലുകൾ അടച്ചു കളയുകയാണ് ഈ ട്രീറ്റ്മെൻറ്റ് രീതിയിലൂടെ നമ്മൾ ചെയ്യുന്നത്. ഇത് കാരണം കാലക്രമേണ യൂട്രൈൻ ഫൈബ്രോയിഡുകൾ ചുങ്ങി പോയി ഇല്ലാതാവുകയും ഇതിൻ്റെ ബുദ്ധിമുട്ടുകളായിട്ടുള്ള ബ്ലീഡിംഗ്, ആർത്തവ സമയത്തുള്ള ക്രമാതീതമായ ബ്ലീഡിംഗ് എല്ലാം തന്നെ മാറിക്കിട്ടുകയും ചെയ്യുന്നു. യൂട്രസ് അതുപോലെ തന്നെ പ്രിസർവ് ആവുന്നു എന്നതാണ് ഈ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. യൂട്രൈൻ ഫൈബ്രോയിഡ് എംബോളൈസേഷൻ ചികിത്സയ്ക്ക് ശേഷവും ഗർഭം ധരിക്കാനും അതേപോലെ നോർമലായിട്ടുള്ള ആർത്തവം സ്ത്രീകൾക്ക് ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. വളരെ കോമൺ ആയിട്ട് സ്ത്രീകളിലും പുരുഷന്മാരിലും കണ്ടുവരുന്ന ഒരു രോഗാവസ്ഥയാണ് കാലിലെ വെരിക്കോസ് വെയിൻ എന്നുള്ള രോഗാവസ്ഥ. ഈ രോഗാവസ്ഥയ്ക്ക് സർജറി ഇല്ലാതെ തന്നെയുള്ള ഒരു ചികിത്സാ രീതിയാണ് ഇൻ്റർവെൻഷൻ റേഡിയോളജിയിലൂടെ നമ്മൾ ചെയ്യുന്നത്. വിവിധ തരം ഗ്ലൂകളും കരിച്ചു കളയുന്ന ട്രീറ്റ്മെൻറ്റുകളും ഉപയോഗിച്ച് ഒരു ഡേ കെയറായി, അതായത് വന്ന ദിവസം തന്നെ ചികിത്സ കഴിഞ്ഞ് പേഷ്യൻ്റ് തിരിച്ചു പോകാൻ ആവുന്ന വിധം ഉള്ള ചികിത്സാ രീതികൾ ഇൻ്റർവെൻഷൻ റേഡിയോളജിയിലൂടെ നമ്മൾ ചെയ്യുന്നു. ഈ ചികിത്സ കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ ദിവസത്തെ റെസ്റ്റ് മാത്രമേ ആവശ്യമായി വരുന്നുള്ളൂ. ഇതുപോലെ തന്നെ പുരുഷന്മാരിൽ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു രോഗാവസ്ഥയാണ് പ്രോസ്റ്റേറ്റ് ഹൈപ്പർട്രോഫി അഥവാ ബിനൈൻ പ്രോസ്റ്റേറ്റിക് ഹൈപ്പർട്രോഫി. ഇതുമൂലം പേഷ്യൻസിനുണ്ടാവുന്നത് മൂത്ര തടസ്സം പോലുള്ള ബുദ്ധിമുട്ടുകളാണ്. ഈ ബുദ്ധിമുട്ടുകളെ ശസ്ത്രക്രിയ കൂടാതെ തന്നെയുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ് പ്രോസ്റ്റേറ്റിക് ആർട്ടറി എംബോളൈസേഷൻ. ഒരു യൂട്രൈൻ ഫൈബ്രോയിഡ് ചികിത്സിക്കുന്നത് പോലെ തന്നെ കയ്യിലെയോ കാലിലെയോ രക്തക്കുഴലുകളിലൂടെ വളരെ ചെറിയ ട്യൂബുകൾ കടത്തിവിട്ട് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയെ സപ്ലൈ ചെയ്യുന്ന രക്തക്കുഴലുകളെത്തി ഒരു മരുന്നുകൾ നിക്ഷേപിച്ച് ഈ രക്ത സപ്ലൈ കുറയ്ക്കുകയാണ് നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റിലൂടെ ചെയ്യുന്നത്. ഇതുമൂലം പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ സൈസ് കാലക്രമേണ കുറഞ്ഞു വരികയും പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം മൂലമുണ്ടാകുന്ന മൂത്ര തടസ്സം എല്ലാം തന്നെ ഇല്ലാതാവുകയും ചെയ്യുന്നു. വളരെ പെട്ടെന്ന് തന്നെ രോഗിക്ക് ദൈനംദിന കാര്യങ്ങളിലേക്കും പ്രവേശിക്കാനാവുന്നതുമാണ്. ഇതുപോലെ തന്നെ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു രോഗാവസ്ഥയാണ് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ വീക്കം. ഈ വീക്കത്തിനായിട്ടുള്ള വിവിധ തരം സർജറി കൂടാതെയുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനുകൾ ഇൻ്റർവെൻഷൻ റേഡിയോളജിയിലൂടെ അവൈലബിൾ ആണ്. അതിൽ പ്രധാനമായും അബ്ലേഷൻ ചികിത്സ, മൈക്രോവേവ് അബ്ലേഷൻ ചികിത്സ എന്നതാണ്. ഈ ചികിത്സാ രീതിയിലൂടെ കുഴപ്പമില്ലാത്ത മുഴകളെ നമ്മൾ ചൂടുപയോഗിച്ച് കരിച്ചു കളയുകയും കാലക്രമേണ ഈ മുഴകൾ ചുങ്ങി സൈസ് കുറഞ്ഞു വരികയും ചെയ്യുന്നു. ശരീരത്തിലുണ്ടാകുന്ന വിവിധ തരം ബ്ലീഡിങ്ങുകൾ, അത് ആക്സിഡൻറ്റ് മൂലമോ ട്രോമ മൂലമോ ഉള്ളതും അല്ലാത്തതുമായ ബ്ലീഡിങ്ങുകൾ നിർത്തുന്നതിനുള്ള എംബോളൈസേഷൻ ചികിത്സയാണ് പിൻഹോൾ ഇൻ്റർവെൻഷൻസിലൂടെ നമ്മൾ ചെയ്യുന്നത്. ആ ഒരു ഓർഗനെയോ ഓർഗൻ സിസ്റ്റത്തിൻ്റെയോ പ്രവർത്തനം വല്ലാതെ ബാധിക്കാതെ തന്നെ അതിൻ്റെ പ്രവർത്തനം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമുക്ക് ഈ ബ്ലീഡിംഗ് ഉണ്ടാകുന്ന ഓർഗൻ നമുക്ക് രക്തക്കുഴലുകൾ അടച്ചു കളഞ്ഞുകൊണ്ട് ഈ ബ്ലീഡിംഗ് നമുക്ക് കൺട്രോൾ ചെയ്യാനാവുന്നതാണ്. ട്രോമ മൂലമോ ആക്സിഡൻറ്റ് മൂലമോ ഉണ്ടാകുന്ന വിവിധ തരം ആന്തരികമായിട്ടും പുറത്തേക്കുമുള്ള രക്തസ്രാവങ്ങൾ നമുക്ക് വളരെ മിനിമലി ഇൻവേസീവായി ആ ഒരു ഓർഗൻ എടുത്തു കളയാതെ തന്നെ നമുക്ക് രക്തക്കുഴലുകൾ അടച്ചുകൊണ്ട് ഈ രക്തസ്രാവം നമുക്ക് നിർത്താനാവുന്നതാണ്. ഈ ചികിത്സാ രീതിയാണ് നമ്മൾ ഇൻ്റർവെൻഷൻ റേഡിയോളജിയിലൂടെ ചെയ്യുന്നത്. കുട്ടികളിലും കൗമാരക്കാരിലും വേദന ഉണ്ടാക്കുന്ന രീതിയിലുള്ള അസ്ഥികളിലെ ക്യാൻസർ അല്ലാത്ത മുഴകൾക്ക് ഉത്തമ ഉദാഹരണമാണ് ഓസ്റ്റിയോഡോസ്റ്റോമ. വളരെ കഠിനമായിട്ടുള്ള വേദന, നടക്കാനുള്ള ബുദ്ധിമുട്ടുകൾ, കൈകാലുകളിലെ വേദന, ഇതെല്ലാമാണ് ഈ ഒരു രോഗാവസ്ഥയിൽ പേഷ്യൻസിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. ഈ ഒരു രോഗാവസ്ഥയ്ക്ക് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ സർജറി അല്ലാതെയുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ് റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ. ഈ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനിലൂടെ നമ്മൾ വളരെ ചെറിയ നീഡിലുകൾ ഈ മുഴകളിലേക്ക് കടത്തി വിട്ടുകൊണ്ട് അതിനെ ചൂടുപയോഗിച്ച് കരിച്ചു കളയുകയാണ് ചെയ്യുന്നത്. ഈ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ വേദന ഇല്ലാതാവുകയും ദൈനംദിന കാര്യങ്ങളിലേക്ക് പേഷ്യൻറ്റിന് എത്രയും പെട്ടെന്ന് തന്നെ പ്രവേശിക്കാനാവുന്നതുമാണ്. ക്രോണിക് ലിവർ ഡിസീസിൽ ഉണ്ടാകുന്ന ലിവറിലെ വിവിധ തരം മുഴകളെ സർജറി ഇല്ലാതെ തന്നെ ചികിത്സിക്കുന്ന രീതികളാണ് ഇൻ്റർവെൻഷൻ റേഡിയോളജിയിലൂടെ നമ്മൾ ചെയ്തു വരുന്നത്. ഇതിനായി നമ്മൾ അബ്ലേഷൻ ചികിത്സ, അതായത് ഈ മുഴകളിലേക്ക് നീഡിൽ കടത്തിവിട്ട് അതിൻ്റെ ഉള്ളിൽ മൈക്രോവേവ് അഥവാ റേഡിയോ ഫ്രീക്വൻസി കിരണങ്ങൾ ഉപയോഗിച്ചുള്ള ചൂടുണ്ടാക്കി ഈ മുഴകളെ കരിച്ചു കളയുകയാണ്
ഒരു ചികിത്സാ രീതി. ഇതുപോലെ തന്നെ രക്തസപ്ലൈ കൂടുതലുള്ള ലിവറിലെ മുഴകൾക്ക് ട്രാൻസാർട്ടിൽ കീമോ എംബോളൈസേഷൻ ചികിത്സാ രീതി, അതായത് കീമോതെറാപ്പി മരുന്നുകൾ സ്പെസിഫിക് ആയിട്ട് ഈ മുഴകളിലുള്ളിലേക്ക് നിക്ഷേപിക്കുകയാണ് ഈ ട്രീറ്റ്മെൻറ്റിലൂടെ നമ്മൾ ചെയ്യുന്നത്. ഇതുമൂലം മെല്ലെ ഈ മുഴകൾ ചുങ്ങി വരികയും ഇല്ലാതാവുകയും ചെയ്യുന്നു. ലിവറിലുള്ള ക്യാൻസർ അല്ലാത്ത ഹിമാൻജിയോമ പോലെയുള്ള മുഴകൾക്കും വളരെ വലുതാണെങ്കിൽ, പൊട്ടാനുള്ള സാധ്യതയുള്ള മുഴകളാണെങ്കിൽ നമുക്ക് എംബളൈസേഷൻ ചികിത്സാ രീതി ചെയ്യാനാവുന്നതാണ്. പുകവലിയും ഡയബറ്റീസും കാരണമുള്ള കാലിലേക്കുള്ള രക്തസപ്ലൈ അടഞ്ഞു പോകുന്നതും മൂലമുണ്ടാകുന്ന രോഗാവസ്ഥയാണ് പെരിഫറൽ ഒക്ലൂസീവ് ആർട്ടീരിയൽ ഡിസീസ്. ഈ രോഗാവസ്ഥയ്ക്കുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ് കാലുകളിലെ രക്തക്കൊഴലുകളുടെ ആൻജിയോപ്ലാസ്റ്റി അഥവാ സ്റ്റെൻഡിങ് ചികിത്സ. ഈ ചികിത്സാ രീതിയിലൂടെ രക്തസപ്ലൈ നഷ്ടപ്പെട്ട കാലുകളുടെ ഭാഗങ്ങളിലേക്ക് രക്തസപ്ലൈ പൂർവ്വസ്ഥിതിയിലാക്കി കൊടുത്തുകൊണ്ട് ഈ മുറിവുകളോ അല്ലെങ്കിൽ വേദനയോ ഇല്ലാതാക്കാൻ ഈ ആൻജിയോപ്ലാസ്റ്റി ചികിത്സയിലൂടെ നമുക്ക് സാധ്യമാണ്. തലച്ചോറിലെ രക്തക്കൊഴലുകളിൽ ഉണ്ടാകുന്ന ബ്ലോക്കുകൾ അഥവാ കരോട്ടിഡ് ആർട്ടറി സ്റ്റീനോസിസ് ചികിത്സിക്കുന്നതിനുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ് കരോട്ടിഡ് ആർട്ടറി സ്റ്റെൻഡിങ്. കാലിലെയോ കയ്യിലൂടെ രക്തക്കൊഴലുകളിലൂടെ പോയി വളരെ മിനിമലി ഇൻവേസീവ് ആയിട്ടുള്ള രീതിയിൽ മുറിവോ തുന്നുകളോ ഒന്നും ഇല്ലാതെ തന്നെ ഈ അടവുകളെ നമുക്ക് ചികിത്സിച്ച് സ്റ്റെൻഡിങ് ചെയ്തുകൊണ്ട് രക്തസപ്ലൈ പൂർവ്വസ്ഥിതിയിലേക്കാക്കി കൊടുക്കാൻ സാധിക്കുന്നതാണ്. പെട്ടെന്നുണ്ടാവുന്ന പക്ഷാഘാതം തലച്ചോറിലെ രക്തക്കൊഴലുകളിലെ അടവുകൾ മൂലമായിരിക്കാം. ഈ രക്തക്കൊഴലുകളുടെ അടവുകളെ ഒരു വിൻഡോ പീരീഡിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണെങ്കിൽ വളരെ മിനിമലി ഇൻവേസീവായി ഈ ക്ലോട്ടുകളെ നമുക്ക് ഒഴിവാക്കി തലച്ചോറിലെ രക്തസപ്ലൈ പൂർവ്വസ്ഥിതിയിലാക്കി കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഈ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ നമുക്ക് കിംസ് അൽ ഷിഫ ഹോസ്പിറ്റലിൽ ലഭ്യമാണ്. ഇതുപോലെയുള്ള ശസ്ത്രക്രിയ ഒഴിവാക്കിക്കൊണ്ടുള്ള പിൻഹോളിലൂടെ ചെയ്യാനാകുന്ന വിവിധ തരം ചികിത്സാ രീതികൾ ഇൻ്റർവെൻഷൻ റിയോളജി സംവിധാനത്തിലൂടെ കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ 24/7 ലഭ്യമാണ്. താങ്ക് യു.